കോട്ടയത്ത് നവജാത ശിശുക്കളെ കടത്തുന്ന സംഘം അറസ്റ്റിൽ. തിരുനെൽവേലി സ്വദേശി രാജൻ, വാഗമൺ സ്വദേശി അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് പ്രസവം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്നതാണ് സംഘത്തിന്റെ രീതി. ഈ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട അസം സ്വദേശിയായ 22 വയസ്സുകാരിയുടെ പരാതിയിലാണ് അന്വേഷണം. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ സംഘത്തിന്റെ ഒരു നിലപാടും അവർ ചെയ്യുന്ന കാര്യങ്ങളും എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തി, അതും ഗർഭിണികളായവരെ തട്ടിക്കൊണ്ടുവന്നോ കടത്തിക്കൊണ്ടുവന്നോ പ്രസവം നടത്തി കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്നു എന്ന് പറയുന്നത് എത്രമേൽ ഗൂഢമായ, എത്രമേൽ മനുഷ്യത്വരഹിതമായ നടപടിയാണ്. അത് തന്നെയാണ്. ഈ കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ അർജുൻ എന്ന് പറയുന്ന വാഗമൺ സ്വദേശിയാണ്. ഈ അർജുനും രാജനും ഈ തീക്കോയിൽ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലേക്ക് എത്തിയിട്ട് 1 മാസമേ ആകുന്നുള്ളൂ എന്നാണ് പോലീസ് സംഘം പറയുന്നത്. ഇതിനു മുമ്പും സമാനമായ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് വെച്ചാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് കുട്ടികളെ മറച്ചു വിൽക്കുന്ന ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ നിലവിലെ ഈ കേസിൽ ഒരു മറച്ചുവിക്കൽ നടന്നിട്ടില്ല, പക്ഷേ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ ഇതര സംസ്ഥാന സ്വദേശിയായി അസം 22 വയസ്സുകാരിയായിട്ടുള്ള അസം സ്വദേശിനി ഭർത്താവുമായി പ്രശ്നങ്ങളുണ്ടായി പിരിയുകയും പിന്നാലെ ഈ പ്രസവിക്കാനായിട്ട് സഹായം തേടണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റിട്ടു. തുടർന്നാണ് ഇരുവരും ഇത്തരത്തിൽ ഈ അസം സ്വദേശിനെ ബന്ധപ്പെടുകയും സഹായം ചെയ്തു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തീക്കോയി ഭാഗത്ത് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 10 ദിവസത്തോളം ഇവരുടെ തടങ്കലിൽ ഈ അസം സ്വദേശിനെ വയ്ക്കുകയുണ്ടായി. അതിനുശേഷം ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിനുശേഷം അസം സ്വദേശി അതായത് ഒപ്പിട്ട് വാങ്ങാനുള്ള ശ്രമം, എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതായത് ഈ പ്രസവിക്കാൻ അനുവദിക്കാം, പക്ഷെ അതിനുശേഷം കുഞ്ഞിനെ നൽകണം എന്നുള്ളതാണ് ഈ അർജുനും രാജനും ഈ യുവതിയോട് പറഞ്ഞിരുന്നത്. അതിനടിസ്ഥാനത്തിൽ അത് എഗ്രിമെന്റ് ആക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ചില സംശയങ്ങൾ യുവതിക്ക് തോന്നുകയും പിന്നെ ഇത് വിൽക്കാനാണ് എന്ന് മനസ്സിലാക്കിയതോടെയാണ് യുവതി ഇവരിൽ നിന്നും വിട്ടുമാറുന്ന അല്ലെങ്കിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഗാന്ധിനഗറിലെ ഒരു അഭയകേന്ദ്രത്തിലെത്തുകയും അവിടെ നിന്നുമാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്ത്. തുടർന്ന് എന്തായാലും പോലീസ് ഇപ്പോൾ ഈ വാഗമൺ തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള രാജൻ, വാഗമൺ സ്വദേശിയായിട്ടുള്ള അർജുൻ, ഈ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണ് രാജൻ എന്ന് പറയുന്നത്. എന്തായാലും ഇവരെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. 7 മാസം ഗർഭിണിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ എന്തായാലും ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. 1 മാസത്തോളമായിട്ടേ ഉള്ളൂ ഇവർ ഈ തീക്കോയിൽ എത്തിയിട്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടികളെ മറച്ചു വിൽക്കുന്ന പ്രവൃത്തികൾ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മധു, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.